കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ നീറ്റിന് ഇതുവരെ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കോപ്പർ വയർ ഓഫ് ലെങ്ത് 10 meter ആൻഡ് റേഡിയസ് 1/√5 centimeter ഹാസ് electrical resistance of 10 ohm. The current density in the wire for an electric field of strength 10 volt per meter is. അതിൽ റെസിസ്റ്റൻസ് R equal to rho L by A ആണ്. അതിൽ സിഗ്മ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. സിഗ്മ പറഞ്ഞാൽ കണ്ടക്ടിവിറ്റിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L ഡിവൈഡ് ബൈ R E എന്ന് പറയാം. പിന്നെ ഈ J കറണ്ട് ഡെൻസിറ്റിയാണ്, ഈക്വൽ ടു സിഗ്മ E. അതിനെ നമ്മൾ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയും. വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ. ഓക്കെ, കറണ്ട് സ്കെയിലാറാണ്, പക്ഷേ കറണ്ട് ഡെൻസിറ്റി വെക്ടറാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതാം, ഇത് വെക്ടറാണ്, അതുപോലെ തന്നെ ഇതും വെക്ടറാണ്. ദാറ്റ് ഈസ് ദ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി J എഴുതി. ഈ സിഗ്മ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി L ഡിവൈഡ് ബൈ R A ആണ്. അപ്പോൾ L എഴുതി, R എഴുതി, ഏരിയ പറഞ്ഞാൽ πr² എഴുതി. ഓക്കെ, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അതേപോലെ എഴുതി. ഇനി ആ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 10 വോൾട്ട് പെർ മീറ്റർ ആണ്, ലെങ്ത് 10 മീറ്റർ ആണ്, പിന്നെ റെസിസ്റ്റൻസ് 10 ഓം ആണ്, പിന്നെ പൈ ഞാൻ എഴുതി. റേഡിയസ് പറഞ്ഞു കഴിഞ്ഞാൽ 1/√5 സെൻറ്റിമീറ്ററിൻ്റെ മീറ്റർ ആക്കാൻ 10⁻². പിന്നെ സ്ക്വയർ വേണം. ഓക്കെ, അപ്പോൾ ഈ 1/√5 സ്ക്വയർ 1/π വരും. ആ പൈയും ഈ പൈയും കൂടെ കട്ടായി പോകും. 10⁻²ൻ്റെ സ്ക്വയർ എത്രയാണ്? 10⁻⁴ ഇൻറ്റു 10 പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ ആണ്. അത് മേലെ പോകുമ്പോഴെത്രയാണ്? 10⁻+3 ആവും. ഓൾറെഡി അവിടെ 2 10 ഉണ്ട്, അപ്പോൾ 10⁵ വരും. 10⁵ SI യൂണിറ്റ്സ്, അല്ലെങ്കിൽ 10⁵ ആംബിയർ പെർ മീറ്റർ സ്ക്വയർ പറയാം. Next, a wire of resistance 4 ohm is stretched to twice its original length. The resistance of the stretched wire would be. അതിൽ നമ്മൾ ഇതിനെ വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ കോപ്പർ വയർ ആണെങ്കിൽ അതിനെ സ്ട്രെച്ച് ചെയ്താലും അത് കോപ്പർ തന്നെയാണ്. അപ്പോൾ മെറ്റീരിയൽ മാറില്ല, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അതായത് റെസിസ്റ്റിവിറ്റി, ഡെൻസിറ്റി ഇതൊന്നും മാറില്ല. പിന്നെ 10 ഗ്രാം വയറിന് വലിച്ച് നീട്ടിക്കഴിഞ്ഞാലും 10 ഗ്രാം തന്നെ. അപ്പോൾ മാസും മാറില്ല. മാസും ഡെൻസിറ്റിയും മാറാത്ത കാരണം വോളിയം മാറില്ല. റെസിസ്റ്റൻസ് R ഈക്വൽ ടു റോ L ബൈ A ആണ്. അതിൽ റോ റെസിസ്റ്റിവിറ്റിയാണ്, അത് മാറില്ല. ഞാൻ മേലെയും താഴെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ വരിക? റോ L². ഡിനോമിനേറ്ററിൽ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ വോളിയമാണ്. ഓക്കെ, വെൻ എ യൂണിഫോം വയർ ഈസ് സ്ട്രെച്ച്ഡ് യൂണിഫോംലി, എന്താ, റെസിസ്റ്റിവിറ്റി മാറില്ല, ടോട്ടൽ വോളിയം മാറില്ല. അപ്പോൾ നോക്കൂ, ഇത്രയും കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് പറയാം. അപ്പോൾ നമുക്കെന്ത് പറയാം? റെസിസ്റ്റൻസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു L². അതായത് റെസിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു L² പറയാം. ഓക്കെ, റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു L². ഇവിടെ ലെങ്ത് ഡബിൾ ആക്കി, അപ്പോൾ റെസിസ്റ്റൻസ് 4 ടൈംസ് ആവും. ആദ്യമുള്ള റെസിസ്റ്റൻസ് 4 ഓം ആണെങ്കിൽ ഇപ്പോൾ ഉള്ള റെസിസ്റ്റൻസ് എത്രയാണ്? 16 ഓം ആണ്. ഓക്കെ, 16 ഓം. ഇനി നമുക്ക് ഇവിടെ ഒന്നുകൂടെ പറയാം. ഈ R' ഈക്വൽ ടു 4R എന്നാണ്. 4R. ഒരു R പറഞ്ഞാൽ അതായത് ഒറിജിനൽ, അത് 100%. ഇപ്പോൾ ഉള്ളത് 4R പറഞ്ഞു കഴിഞ്ഞാൽ അത് 400%. ഓക്കെ, ഒറിജിനലി ഇറ്റ് വാസ് 100%, നൗ ഇറ്റ് ഈസ് 400%, മീൻസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഈസ് 300. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വി ഹാവ് എ കണ്ടക്ടർ ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മളൊരു സെല്ല് ഇതിനെ ക്രോസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദിസ് കണ്ടക്ടർ കറണ്ട്, അതായത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് വിൽ ബി ദ സെയിം. മനസ്സിലല്ലേ? അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാലും കറണ്ട് സെയിം ആണ്. കറണ്ടിൻ്റെ എക്സ്പ്രഷനാണിത്. അതിൽ N പറഞ്ഞ നമ്പർ ഡെൻസിറ്റി, അത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ കോപ്പർ ആണെങ്കിൽ ഇവിടെയും കോപ്പറാണ്, അപ്പോൾ ഇവിടുത്തെ നമ്പർ ഡെൻസിറ്റി തന്നെയാവും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് ചാർജാണ്. അത് പിന്നെ എന്താ, എല്ലായിടത്തും എല്ലാ കാലത്തും എല്ലാ സമയത്തും ഒക്കെ സെയിം ആണ്, മാറ്റമില്ല. ഓക്കെ, അപ്പോൾ N കോൺസ്റ്റൻ്റ് ആണ്, E കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ ഏരിയ ഇൻറ്റു വെലോസിറ്റി അപ്പോൾ എന്താ, കോൺസ്റ്റൻ്റ് ആവണം. ഇവിടെ ഏരിയ കുറവാണ്, അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ കൂടുതലാവും. ഇവിടെ ഏരിയ കൂടുതലാണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി സ്മോളർ. അപ്പോൾ ഇനി ചോദ്യം എന്താണെന്ന് അറിയാം, ദ ക്വാണ്ടിറ്റി വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻ്റ് അലോങ് ദ കണ്ടക്ടർ ഈസ്, അതെന്താ, കറണ്ട് മാത്രം. കേട്ടോ, കറണ്ട് മാത്രമാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാവുക. നോക്കൂ, ഇവിടെ ദ മാസസ് ഓഫ് 3 വയേഴ്സ് ഓഫ് കോപ്പർ ആർ ഇൻ ദ റേഷ്യോ 1:3:5 and their length are in the ratio 5:3:1, the ratio of their electrical resistances. ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് R ഈക്വൽ ടു റോ L ബൈ A. മേലെയും താഴെയും ഞാൻ L ഇൻറ്റു D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. L പറഞ്ഞാൽ ലെങ്ത്, D പറഞ്ഞാൽ ഡെൻസിറ്റി. അപ്പോൾ ഒരു L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ L² ആവും, പിന്നെ ഡെൻസിറ്റി വരും L²D. താഴെ L ഉം D യും വരും. ഏരിയ ഇൻറ്റു ലെങ്ത്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി മാസാണ്.
അപ്പോൾ റോ റെസിസ്റ്റിവിറ്റി, ഡെൻസിറ്റി, മാസ്, എൽ സ്ക്വയർ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് മാസിൻ്റെ റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ റേഷ്യോ ഉണ്ട്. റെസിസ്റ്റിവിറ്റിയും ഡെൻസിറ്റിയും 3 വയറിനും സെയിം ആണ്, കാരണം 3 വയറും മെയ്ഡ് അപ്പ് ഓഫ് ദ സെയിം മെറ്റീരിയൽ, ദാറ്റ് ഈസ് കോപ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആർ പ്രപ്പോർഷണൽ ടു എൽ സ്ക്വയർ ബൈ എം എന്ന് പറയാം. അപ്പോൾ 3 റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ, masses of 3 wires 1:3:5 and length in the ratio 5:3:1. അപ്പോൾ എൽ സ്ക്വയർ പറഞ്ഞാൽ 5 സ്ക്വയർ 3 സ്ക്വയർ 1 സ്ക്വയർ, മാസ് എന്ന് പറഞ്ഞാൽ 1 3 5. ഓക്കെ, അപ്പോൾ ഈ 5 സ്ക്വയർ പിന്നെന്താ 3 വരും, പിന്നെന്താ 1/5 വരും. അപ്പോൾ അതിന് സിമ്പിൾ റേഷ്യോ ആക്കാൻ ത്രൂ ഔട്ട് നിങ്ങൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 25 × 5 പറഞ്ഞാൽ 125, ഇവിടെ 3 × 5 എന്ന് പറഞ്ഞാൽ 15, ഇവിടെ 1/5 × 5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 വരും. അപ്പോൾ 125:15:1. ഓക്കെ, അപ്പോൾ ഇത് വരും. ഇതും എന്താ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. A, B and C are voltmeters of resistance R, 1.5 R and 3 R respectively as shown in figure. When some potential difference is applied between X and Y, the voltmeter readings are VA, VB, VC respectively. അതിൽ ഇവിടെ 1.5 R, അതായത് 3/2 R അല്ലെങ്കിൽ 3R/2. ഇവിടെ ഒരു 3R. നോക്കൂ, ഇത് 3R/2, ഇത് 3R. ഈ 3R/2 എന്ന് പറഞ്ഞാലേ 3R രണ്ടെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്തതിന് ഇക്വലൻ്റാണ്. അപ്പോൾ ഇത് 2 3R, പിന്നെ അതിന് പാരലായിട്ട് മറ്റൊരു 3R കൂടെ. അപ്പോൾ 3R 3 പാരലാണ്. അപ്പോൾ ഈ സെക്ഷനിൽ 3 3R പാരലായിട്ട് കണക്ട് ചെയ്ത പോലെയാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ 3R/3 പറഞ്ഞാൽ R, അതായത് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R, ഇവിടുത്തെ റെസിസ്റ്റൻസും R. അപ്പോൾ ആകെ നമ്മൾ കൊടുത്ത വോൾട്ടേജ് ഇവിടെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്രയാണോ വരിക അതാണ് ഇവിടെ വരിക. അപ്പോൾ 3 വോൾട്ട് മീറ്ററിൻ്റെയും റീഡിങ് സെയിം ആവുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ VA = VB = VC വരും. ഇവിടെ വാട്ട് വിൽ ബി ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് D എന്നാണ്. എക്കും ഡിക്കും ഇടയ്ക്കുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഇത് നമുക്ക് ഒഴിവാക്കാം. ഇതിലൂടെ കറണ്ട് ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഇതിലൂടെയും കറണ്ട് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നമുക്ക് എന്താണെന്നറിയോ, ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ 10ഉം 10ഉം സീരീസിലാണ് 20. ഓക്കെ, ഈ 10ഉം 10ഉം സീരീസിലാണ് 20. അപ്പോൾ ഈ 20 പാരലൽ ആകുമ്പോഴെന്താ അത് 10 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 10, അവിടുന്ന് ഇങ്ങോട്ടൊരു 10, അവിടുന്ന് ഇങ്ങോട്ടൊരു 10. അപ്പോൾ മൊത്തത്തിൽ എത്ര വരും? മൊത്തത്തിൽ 30 ഓം വരും. 30 ഓം. റൈറ്റ്, സിമ്പിൾ. ഇതും ഒരു അടിപൊളി പരിപാടിയാണ്. ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ദ കറണ്ട് ഇൻ 4 ഓം റെസിസ്റ്റൻസ് ഈസ് 1.2 ആംപിയർ. അത് നോക്കൂ, ഇതിലൂടെ വരുന്ന കറണ്ടാണ് 1.2 ആംപിയർ. അപ്പോൾ അതിന് അക്രോസുള്ള വോൾട്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 × 4 പറഞ്ഞാൽ 4.8. നോക്കൂ, ഈ റെസിസ്റ്റൻസും പാരലലാണ്. അപ്പോൾ രണ്ടിലെയും വോൾട്ടേജ് സെയിം ആവും. അപ്പോൾ ഇവിടെ 4.8 ആണെങ്കിൽ ഇവിടെയും 4.8. ഓക്കെ, റെസിസ്റ്റൻസ് 8 ഓം, വോൾട്ടേജ് 4.8. അപ്പോൾ കറണ്ട് 4.8/8 എന്ന് പറഞ്ഞാൽ 0.6 വരും. ഓക്കെ, അപ്പോൾ ഇതിൽ 0.6 ആംപിയർ, ഇതിൽ 1.2 ആംപിയർ, രണ്ടും കൂടെ ചേർന്ന് 1.8 ഇതുവഴി പോകും. 2 ഓമിലൂടെ 1.8 പോകും. ചോദ്യം എന്താണോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ B ആൻഡ് C പറഞ്ഞാൽ 2 ഓമിലെ വോൾട്ടേജാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1.8 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 3.6 വോൾട്ട് ഇത് വരും. ഓക്കെ, 3.6 വോൾട്ട്, അതായത് ഇത് വരും. നോക്കൂ, ഇവിടെ എന്താ വിശേഷം എന്നറിയോ, ഇൻ ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ ഈച്ച് റെസിസ്റ്റൻസ് ഈസ് 1 ഓം. ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ഈസ്. അതിലേ നമ്മൾ ഈ 2 ടെർമിനൽസ് അക്രോസ്, ഇപ്പോൾ എക്കും ബിക്കും അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമ്മളൊരു സെല്ലിന് അക്രോസ് കണക്ട് ചെയ്ത് വിചാരിക്കുക. സെല്ലിൻ്റെ പോസിറ്റീവ് പോളിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വരും, നെഗറ്റീവ് പോളിന് അകത്തോട്ട് കയറിപ്പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു സെല്ല് ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവ് പോളും ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ ആ പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും ഇത് സിമെട്രിക്കലാണ്. ഇവിടുന്ന് ഇങ്ങനെ സിമെട്രിക്കലാ, നെഗറ്റീവ് സൈഡിലും പോസിറ്റീവ് സൈഡിലും സിമെട്രിക്കലാ. നോക്കൂ, പോസിറ്റീവ് സൈഡിലേക്ക് ഒരു റെസിസ്റ്റർ ഉണ്ട്, അതുപോലെ നെഗറ്റീവ് സൈഡിലും ഒരു റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, കറസ്പോണ്ടിംഗ്ലി. റൈറ്റ്, ഇനി പോസിറ്റീവ് സൈഡിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്, നെഗറ്റീവ് സൈഡിലും അതുപോലെ ഒരെണ്ണുണ്ട്. റൈറ്റ്, പോസിറ്റീവ് സൈഡിൽ ഇതുണ്ട്, നെഗറ്റീവ് സൈഡിൽ ഇതുണ്ട്. ഓക്കെ, ഇനി പോസിറ്റീവ് സൈഡിൽ ഈ ഹാഫ് ഉണ്ട്, നെഗറ്റീവ് സൈഡിൽ ഈ ഹാഫ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് അത് സിമെട്രിക്കൽ ആണ് എന്നർത്ഥം.
പോസിറ്റീവ് പോളിൽ നിന്ന് ഇറങ്ങി വരുന്ന കറണ്ട് നെഗറ്റീവ് പോളിലോട്ട് കയറിപ്പോണം. അപ്പോൾ എന്താ വിശേഷം എന്നറിയോ? പോസിറ്റീവ് പോളിൽ നിന്ന് ഇതിലൂടെ ഇറങ്ങി വരുന്ന കറണ്ട് നെഗറ്റീവ് പോളിലേക്ക് ഇതിലൂടെ പോകണം. പോസിറ്റീവ് പോളിൽ നിന്ന് ഇതിലൂടെ ഇറങ്ങി വരുന്ന കറണ്ട് നെഗറ്റീവ് പോളിലേക്ക് ഇതിലൂടെ പോകണം. അങ്ങനെയാ? മനസ്സിലാവുണ്ടോ? രണ്ട് ടെർമിനലും സിമെട്രിക്കൽ ആവുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഇതിലൂടെ വരുന്ന കറണ്ട് നേരെ അങ്ങ് പോവുക ചെയ്യുക, ഇതിലൂടെ വരുന്ന കറണ്ട് നേരെ എങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ ആ ജംഗ്ഷൻ ഒരു വെർച്വൽ ജംഗ്ഷനാണ്. അവിടെ കറണ്ട് മിക്സിംഗ് ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക. ഡിറ്റാച്ച് ചെയ്താലും ഇത് ഇങ്ങനെ വരുന്ന കറണ്ട് അങ്ങോട്ട് പോകും, ഇങ്ങനെ വരുന്ന കറണ്ട് നേരെ അങ്ങ് പോകും. ഇനിയിപ്പോഴെന്താണെന്നോ, ഇനിയിപ്പോൾ ഈ നെറ്റ്വർക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. നോക്കൂ, ഇവിടെ ആറും സീരീസിലാണ്. സോ ദിസ് ഈസ് എന്ത് വരും? ദാറ്റ് ഈസ് 2R എന്ന് വരും. ഓക്കെ, അപ്പോൾ ദിസ് 2R ഈസ് ഇൻ പാരലൽ വിത്ത് അനദർ R. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ R ഉണ്ടല്ലോ, അത് രണ്ട് 2R പാരലായിട്ട് കണക്ട് ചെയ്തതാണ് എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് 2R പാരലൽ, അതിന് പാരലായിട്ട് മൂന്നാമതൊരു 2R കൂടെ. അപ്പോൾ 2R മൂന്നെണ്ണം പാരലാവുമ്പോൾ നമുക്ക് എന്തോ വരും? 2R/3 വരും. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ മൊത്തം 2R/3. അപ്പോൾ ഇവിടെ R 2R/3 എഗെയിൻ R, അതായത് 2R + 2R/3 വരും. 2R + 2R/3 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 8R/3 വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നോക്കൂ, മേലെ ഇത് മൊത്തത്തിൽ 8R/3 ആണ്. മൊത്തത്തിൽ 8R/3. ഓക്കെ, അതിന് പാരലായിട്ട് ഒരു 2R. ഈ 2Rനെ നമുക്ക് 8R/4 എന്ന് പറയാം. ഇവിടെ നോക്കൂ, 8R/3 എന്ന് പറഞ്ഞാൽ 8R മൂന്നെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്ത പോലെയാണ്. താഴെ 2R എന്ന് പറഞ്ഞാൽ അതെന്താ? 8R/4 ആണ്. എന്ന് പറഞ്ഞാൽ 8R നാലെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്ത പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 8R, ഇവിടെ 3 8R അങ്ങനെ 7 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്താണ് ടോട്ടൽ വരിക. ഓക്കെ, അതിന് നമുക്ക് 8R/7 എന്ന് പറയാം. അപ്പോൾ അതെ, ഇതാണ് ആൻസർ വരിക, 8R/7. അപ്പോൾ നമുക്ക് വരുന്നത് ഇതാണ് 8/7 ohm. ഓക്കെ, നെക്സ്റ്റ് എ 100 watt 200 volt bulb is connected to a 160 volt power supply. The power consumption would be. അതിൽ ഈ 100 വാട്ട്സിന് നമ്മൾ റേറ്റഡ് പവർ എന്നും ആ 200 വോൾട്ടിന് റേറ്റഡ് വോൾട്ടേജ് എന്നും പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? the resistance of the bulb is such that its output power will be 100 watts when it is connected across 200 volt. 200 വോൾട്ടിൽ കണക്ട് ചെയ്താൽ 100 വാട്ട്സ് ഔട്ട്പുട്ട് പവർ തരേണ്ട വിധത്തിലാണ് അതിൻ്റെ റെസിസ്റ്റൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഗിവൺ ഡേറ്റ വിൽ ഗിവ് യു ദ റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ്. അതെങ്ങനെയാണ്? P0 റേറ്റഡ് പവർ = V0² R. അപ്പോൾ R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ്, ദാറ്റ് ഈസ് = V0² P0 വരും. ഓക്കെ, ഇനി ജനറലി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V²R. ഓക്കെ, ഇവിടെ നമ്മളുടെ വോൾട്ടേജ് V ആണ്. അപ്പോൾ V² റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് V0² P0. അപ്പോൾ വെൻ എ ബൾബ് വിച്ച് ഈസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് അറ്റ് V0 വോൾട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കിയ ബൾബ് നമ്മൾ കണക്ട് ചെയ്തത് V വോൾട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ V/V0² P0 വരും. ഓക്കെ, ഇവിടെ 200 വോൾട്ടിൽ കണക്ട് ചെയ്യേണ്ടതാണ്, പക്ഷേ 160 വോൾട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റേറ്റഡ് വോൾട്ടേജ് 200, നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് 160, റേറ്റഡ് പവർ 100. ഓക്കെ, ഈ 160/200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4/5 വരും. സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 16/25 വരും. ഓക്കെ, ഇൻറ്റു 100 ആണ് P0. അപ്പോൾ ഇത് എത്ര? ദാറ്റ് ഈസ് = 64 വാട്ട്സ് വരും. ഓക്കെ, 64 വാട്ട്സ്, റൈറ്റ്. Next, a heating coil is labeled 100 watts 220 volt. The coil is cut in half and the two pieces are joined in parallel to the same source. ഈ കോയിലിൻ്റെ റെസിസ്റ്റൻസ് R വിചാരിച്ചു. അത് രണ്ട് ഹാഫായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാർട്ടിൻ്റെയും റെസിസ്റ്റൻസ് R/2 ആവും. R/2 പാരലായിട്ട് കണക്ട് ചെയ്താലോ അതിൻ്റെ പകുതിയാവും R/4 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ? P = V²R പറഞ്ഞാൽ 100 വാട്ട്സാണ്. P' പറഞ്ഞാൽ V²R/4 പിന്നെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 4 V²R വരും. അപ്പോൾ 4 × 100 പറഞ്ഞാൽ 400 വാട്ട്സ്, അല്ലെങ്കിൽ 400 ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ചോദിച്ചാൽ 400 ജൂൾ. നെക്സ്റ്റ്, 2 identical batteries each of EMF 2 volt and internal resistance 1 ohm are available to produce heat in an external resistance by passing a current through it. The maximum power that can be developed across R using these batteries. Okay,
അപ്പോൾ അതിൽ നമ്മൾ പി മാക്സ് ദിസ് ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ 4r എന്നാണ് മാക്സിമം പവർ, വേർ ആർ ഈസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. അപ്പോൾ ഇവിടെ വെൻ 2r കണക്റ്റഡ് ഇൻ സീരീസ്, ഈ 2r കണക്റ്റഡ് ഇൻ സീരീസ് പറഞ്ഞു കഴിഞ്ഞാൽ EMF 2e ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് 2r ആണ്. ഓക്കെ, അവിടെ സി 2 ബാറ്ററീസ് ഈച്ച് ഓഫ് EMF 2 വോൾട്ട്, അപ്പോൾ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനിൽ 4 വോൾട്ട് വരും. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓരോന്നിൻ്റെയും 1 ohm ആണ്, അപ്പോൾ കോമ്പിനേഷനിൽ 2 ohm വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഇ സ്ക്വയർ ബൈ 4r പറഞ്ഞാൽ 4 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 watts വരും. നൗ വെൻ ദീസ് 2 സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, അപ്പോൾ ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ EMF 1 വരുള്ളൂ, അതായത് 2 വോൾട്ട്. ഇന്റേണൽ റെസിസ്റ്റൻസ് r/2 ആവും. ഓക്കെ, അതായത് 0.5 ohm. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കൂ പി മാക്സ് ഈക്വൽ ടു ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4r, അപ്പോൾ 2 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 0.5, അപ്പോൾ എന്താ അഗെയിൻ വി വിൽ ഗെറ്റ് 2 watts. ഓക്കെ, അപ്പോൾ മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ കോമ്പിനേഷൻ ഈസ് 2 watts, റൈറ്റ്? ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. 40 ബൾബുകൾ സീരീസ് ആയിട്ട് അങ്ങ് കണക്ട് ചെയ്തു ഒരു വോൾട്ടേജിന് ക്രോസ്. അപ്പോൾ ഉള്ള പവർ എന്താ? അപ്പോൾ ഉള്ള പവർ പി ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ഒരു ബൾബിൻ്റെ റെസിസ്റ്റൻസ് 6 ആണ്, 40 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ 40R. ഓക്കെ, ഒന്ന് ഫ്യൂസായി, ബാക്കിയുള്ള 30 എണ്ണം ഇതേപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ പവർ എന്താവും? വി സ്ക്വയർ ഡിവൈഡ് ബൈ 39R. അപ്പോൾ എന്താ ഇവിടെ നോക്കൂ, ഇവിടെ ഡിനോമിനേറ്റർ കുറവാണ്, പവർ കൂടുതലാണ്. സോ പവർ വിൽ ബി മോർ വിത്ത് 39 lamps. ഓക്കെ, മോർ വിത്ത് 39 lamps ദാൻ വിത്ത് 40 lamps. ഇവിടെ see this is also a wonderful question. The reading of an ideal voltmeter പറഞ്ഞാൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്, ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ നോക്കൂ, ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് വരികയില്ല, അതാണ് ഐഡിയൽ വോൾട്ട്മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്താ സി വോൾട്ട്മീറ്റർ റീഡിങ് കാണണം. അതിൽ നോക്കൂ, ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന 2 വോൾട്ടാണ്. ഓക്കെ, ആ 2 വോൾട്ട് ആകുമ്പോൾ ഈ പോയിന്റിനും അക്രോസ് 2 വോൾട്ട്, അപ്പോൾ ഈ പോയിന്റിനേക്കാൾ 2 വോൾട്ട് കൂടുതലാവും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ, 0 ആവണമെന്നില്ല, 0 ആണെങ്കിൽ ഇവിടെ 2 ആവും. ഇനി നമുക്ക് എന്താ നോക്കൂ, ഇതിനെ നോക്കൂ, ഇവിടെ 0 ആണെങ്കിൽ ദേ ഇവിടെയും 0 ആവും, അതുപോലെ ഇവിടെ 2 ആണെങ്കിൽ ദേ ഇവിടെയും 2 ആവും, അങ്ങനെയാണ്, റൈറ്റ്? അപ്പോൾ നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് 2 വോൾട്ടാണുള്ളത്. ഓക്കെ, 2 വോൾട്ട്. അപ്പോൾ കറണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് വരിക, കാരണം ഇതല്ലേ ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് രണ്ടും സീരീസിലാണ്. അപ്പോൾ വോൾട്ടേജ് റെസിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, റെസിസ്റ്റൻസ് എത്രയാണ്? 20 ohm and 30 ohm എന്നാണ്. അതായത് റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 2:3. ആകെയുള്ള 2 വോൾട്ടിനെ 2 + 3 5 പാർട്ടാക്കുക. അപ്പോൾ ഓരോ പാർട്ടും എത്ര വരും? 2/5 വരും. 2/5 പറഞ്ഞാൽ 0.4. അതിൽ ഇതിനെ ക്രോസ് 2 പാർട്ടാണ്, അതായത് 0.4 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8. ഇതിനെ ക്രോസ് 3 പാർട്ടാണ്, 0.4 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2. ഓക്കെ, അപ്പോൾ ഇതിനെ ക്രോസിലെ വോൾട്ടേജ് 1.2 ആവണം. അതിൽ ഇവിടെ 0 ആണ് പൊട്ടൻഷ്യൽ എങ്കിൽ ഇവിടെ 1.2 വേണം. ഓക്കെ, ഇനി നോക്കൂ, അതേ 2 വോൾട്ടിനെ ക്രോസ് ആണ് ഇതും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേ 2 വോൾട്ടിനെ ക്രോസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, റേഷ്യോ ഓഫ് റെസിസ്റ്റൻസസ് 3:2 ആണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് മസ്റ്റ് ബി ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ ഇതിനെ ക്രോസ് 1.2 വരണം, ഇതിനെ ക്രോസ് 0.8 വരണം. ഓക്കെ, ഇതിനെ ക്രോസ് 0.8 വരണം, റൈറ്റ്? അതിൽ ഇവിടെ 0 ആണെങ്കിൽ അപ്പോൾ ഇവിടെ എത്രയാണ്? 0.8 വരണം, എന്നാലല്ലേ 0.8 - 0 ഇവിടെ 0.8 വരുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0.8, ഇവിടുത്തെ പൊട്ടൻഷ്യൽ 1.2. അപ്പോൾ ആ വോൾട്ട് മീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ 1.2 - 0.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0.4 വോൾട്ട് ആവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതും ഒരു തരക്കേടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈവൻ ലാസ്റ്റ് ഇയർ ചോദിച്ചു ഇതുപോലൊരു ക്വസ്റ്റ്യൻ, ഇതല്ല ഒരു സിമിലർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇൻ ദ സർക്യൂട്ട് ഷോൺ ദ സെൽസ് എ ആൻഡ് ബി ഹാവ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസസ്. VA = 12 വോൾട്ട് ഉണ്ട്, R1 = 500 ohm ഉണ്ട്, R = 100 ohm ഉണ്ട്. Then the galvanometer G shows no deflection. Value of VB എന്താ? ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പോകുന്നില്ലെങ്കിൽ അപ്പോൾ ഇവിടുന്ന് വരുന്ന കറണ്ട് ഇത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും എന്നർത്ഥം. ആ 12 വോൾട്ട് എന്നുള്ള കറണ്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും, അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ 12 വോൾട്ട് ഇതിലുമായിട്ട് ഡ്രോപ്പ് ചെയ്യും എന്നർത്ഥം. ഇവിടെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 5:1 ആണ്. അപ്പോൾ ആകെയുള്ള 12 വോൾട്ടിനെ 5:1 പറഞ്ഞാൽ 5 + 1 6 ഈക്വൽ പാർട്ടാക്കുക.
അതിൽ ഓരോ പാർട്ടും എത്രയാണ് 12/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വോൾട്ട് വരും. ഓക്കെ, അതിലിവിടെ 5 പാർട്ടാണ്. അപ്പോൾ 5 × 2 പറഞ്ഞാൽ 10 വോൾട്ട്. ഇവിടെ ഒരു പാർട്ടാണ് 1 × 2 എന്ന് പറഞ്ഞാൽ 2 വോൾട്ട്. ഓക്കെ, ഇനി ഈ ഗാൽവനോമീറ്റർ ഷോ 0 ഡിഫ്ലക്ഷൻ പറഞ്ഞാൽ നോക്കൂ, ഈ 2 വോൾട്ട് ഒരു സെല്ല് പോലെ ആക്ട് ചെയ്യും. മനസ്സിലായില്ലേ? ആ സെല്ല് നോക്കൂ, ദേ ഇങ്ങോട്ട് കറണ്ട് പറഞ്ഞു വിടാൻ നോക്കും. അതുപോലെ ഈ സെല്ല് ദേ അങ്ങോട്ട് കറണ്ട് പറഞ്ഞു വിടാൻ നോക്കും. അതിൽ നോക്കൂ, ഈ 2 വോൾട്ട് ഒരു സെല്ല് പോലെ ആക്ട് ചെയ്യുന്ന. ഇതിനേക്കാൾ കൂടുതലാണിതെങ്കിൽ ഇങ്ങനെ കറണ്ട് പോകും, ഇതിനേക്കാൾ കുറവാണിതെങ്കിൽ ഇതേ ഇങ്ങനെ കറണ്ട് സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ഈ വോൾട്ടേജും ഈ വോൾട്ടേജ് ഈക്വൽ ആണെന്നർത്ഥം. അതായത് VB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 വോൾട്ട് ആവണം എന്നർത്ഥം. ഓക്കെ, ഇത് ഒരു മാരക ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് 3 റെസിസ്റ്റൻസസ് PQR, each of 2 ohm and an unknown resistance capital S form the 4 arms of a Wheatstone's bridge. When a resistance of 6 ohm is connected in parallel to S, the bridge gets balanced. What is the value of S? ഇവിടെ നമ്മൾ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാനുള്ള കണ്ടീഷൻ അഡ്ജസൻറ്റ് ആംസിൻ്റെ റേഷ്യോ സെയിം ആവണമെന്നാണ്. ഈ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പിയുടെ അഡ്ജസൻ്റ് ആണ് ദേ Q, അല്ലെങ്കിൽ പിയുടെ അഡ്ജസൻ്റ് ആണ് ദേ R. ഏതെടുക്കുക? P/Q = R/S ആണോ കണ്ടീഷൻ, അതോ P/R = Q/S എന്നുള്ളതാണോ കണ്ടീഷൻ? ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാൻ രണ്ടാണെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇതാ ഇങ്ങനെ എടുത്താലും അഡ്ജസൻ്റ് ആംസ് കുഴപ്പമില്ല, അതുപോലെ തന്നെ ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല, അത് പോട്ടെ. പക്ഷേ നമ്മൾ ഈ അഡ്ജസൻ്റ് ആംസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് 2, 4 അങ്ങനെ ഹോൾ നമ്പേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഡെസിമൽ പ്ലേസസ് ഒക്കെ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 3.6, ഇവിടെ 2.4 അങ്ങനെയൊക്കെ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡിവിഷൻ നമുക്ക് ചിലപ്പോൾ അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല. അല്ലെങ്കിൽ ഈ ഡിവിഷനേക്കാൾ എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആണ് മൾട്ടിപ്ലിക്കേഷന്. സബ്ട്രാക്ഷനേക്കാൾ എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അഡീഷനാണ്. അപ്പോൾ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആക്കാൻ ആണോ എന്നറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളത് എന്താണെന്നറിയോ? ഓപ്പോസിറ്റ് ആംസിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ആവണം. ഇപ്പോൾ നോക്കൂ, P × ഇത് ചെയ്യുക, ദിസ് × ഇത് ചെയ്യുക, അത് ഈക്വൽ ആണെങ്കിൽ ബ്രിഡ്ജ് ബാലൻസ്ഡാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് PQR each of 2 ohm എന്നാണ്. ഓക്കെ, PQ പിന്നെന്താ R, ഇതൊക്കെ 2 ohm. അപ്പോൾ ഇത് നോക്കൂ, ഇത് 2, ഇത് 2, അത്രയാ 4. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവണമെങ്കിൽ ഇത് 2 ആണ്. അപ്പോൾ ഇവിടെയും 2 വരണം, ഇവിടെയും 2 വരണം. ഇതിപ്പോൾ ആദ്യം S മാത്രമേ ഉള്ളൂ, ബ്രിഡ്ജ് ബാലൻസ്ഡ് അല്ല. പിന്നെ ഒരു 6 ohm നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുന്ന. ഓക്കെ, ഇത് 2 × 2 4. അപ്പോൾ ഇവിടെ 2 × 2 ആവണം, അതായത് ഇവിടെ 2 ആവണം, അപ്പോഴേ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുള്ളൂ. മനസ്സിലായില്ലേ? 6 ohm കണക്ട് ചെയ്യുമ്പോൾ അവിടെ 2 ആവും. മനസ്സിലാവുന്നുണ്ടോ? ഈ 6, 2 ആവണമെങ്കിൽ 2 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് R പാരലൽ ആകുമ്പോൾ R/2, 3 എണ്ണം പാരലൽ ആകുമ്പോൾ R/3, 4 എണ്ണം പാരലൽ ആകുമ്പോൾ R/4 അങ്ങനെയാണ്. അപ്പോൾ ഈ 6 2 ആയി മാറണമെങ്കിൽ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 6 3 6 ohm റെസിസ്റ്റേഴ്സ് പാരലൽ ആവണം അവിടെ. മനസ്സിലായില്ല? അതിൽ ഒരു 6 ohm നമ്മൾ കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ സാധനം എന്താ? ദിസ് മസ്റ്റ് ബി ഈക്വലന്റ് ടു ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് 2 6 ohm. 2 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ഈച്ച് ഈക്വൽ ടു 6 ohm. ഇവിടെ 2 6 ohm പാരലൽ ആകുമ്പോൾ എത്രയാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഈ 3ഉം 6ഉം ആവണം. അതിൽ ആ 3 എന്ന് പറയുന്നതാണ് S. അപ്പോൾ എസിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം, അത് 3 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് വി ഹാവ് അനദർ വണ്ടർഫുൾ നെറ്റ്വർക്ക് ഹിയർ. അതിൽ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെയാണ് വോൾട്ടേജ് V നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ സൈഡ് ലോവർ ആണ്, ഈ സൈഡ് ഹയർ പൊട്ടൻഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ V വരും എന്നർത്ഥം. മനസ്സിലായില്ലേ? ആ 0യെ നമുക്ക് ദേ ഇവിടെ എഴുതാം, അതുപോലെ ഈ Vയെ നമുക്ക് ദേ ഇവിടെ എഴുതാം. റൈറ്റ്? ഓക്കെ, ഇനി നോക്കൂ, അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വോൾട്ടേജ് V ആണ് വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, അത് നോക്കൂ, ഈ 4ഉം 4ഉം ആണ്. അപ്പോൾ ഒരേപോലെ ഉണ്ടാവും. റൈറ്റ് അല്ലേ? ഒരേപോലെ ഡിവൈഡ് ചെയ്യും. അതായത് ഇവിടെ V/2 വരണം, ഇവിടെയും V/2 വരണം. അതിലിവിടെ 0 ആണെങ്കിൽ ഇവിടെ V/2 ഡിഫറൻസ് വരണമെങ്കിൽ ഇവിടെ V/2 ആണ് പൊട്ടൻഷ്യൽ. ഇനി താഴത്ത് നോക്കുക, അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും എന്താവണം? വോൾട്ടേജ് V ആവണം. ഓക്കെ, വോൾട്ടേജ് V ആവണം. റൈറ്റ്? അതിലിവിടെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 1:3 ആണ്. അപ്പോൾ ആകെയുള്ള Vയെ 1 + 3 4 ഈക്വൽ പാർട്ടാക്കുക. അതിൽ 3 പാർട്ടാണ് ഇവിടെ വരേണ്ടത്. 4 ഈക്വൽ പാർട്ടാക്കുമ്പോൾ ഈച്ച് പാർട്ട് വിൽ ബി V/4. അങ്ങനെ 3 പാർട്ട് എന്ന് പറഞ്ഞാൽ 3V/4. അപ്പോൾ ഇതിനെ ക്രോസ് വരേണ്ടത് 3V/4 ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
അതിൽ ഇവിടെ 0 ആണെങ്കിൽ അപ്പോൾ ഇവിടെ എത്ര വരണം? 3v/4 എന്നല്ലേ ഡിഫറൻസ് 3v/4 ആവുള്ളൂ. ഇനി ഇവിടെ നോക്കൂ, 3v/4 ഇവിടെ എത്രയാ? v/2. അതായത് ഇവിടെ 3/4 ഉണ്ട്, ഇവിടെ ഹാഫ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ വലിയ പൊട്ടൻഷ്യൽ എവിടെയാ? ഇവിടെയാണ്. അപ്പോൾ കറണ്ട് വലിയ പൊട്ടൻഷ്യലിൽ നിന്ന് ചെറിയ പൊട്ടൻഷ്യലിലേക്ക് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ്. അതായത് ഫ്രം B to A. ഓക്കെ, ഫ്രം B to A പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇത് ഒരു വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള മെത്തേഡ് എന്താ? ഓപ്പോസിറ്റ് ആംസിൻ്റെ പ്രോഡക്റ്റ് സെയിം ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4ൻ്റെ ഓപ്പോസിറ്റാണ് ഈ 3. ഓക്കെ, അപ്പോൾ നമുക്ക് 4 × 3 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 12 വരും. ഓക്കെ, അതുപോലെ ഈ 6ൻ്റെ ഓപ്പോസിറ്റാണ് 2. ഓക്കെ, അപ്പോൾ 6 × 2 പറഞ്ഞാൽ എന്ത് വരും? 12 വരും. അതായത് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ് എന്നർത്ഥം. അങ്ങനെയാകുമ്പോൾ നടുക്കുള്ളത് ഈ സാധനം നമുക്ക് കളയാം, അത് വേണ്ട, അതില്ല. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ 4ഉം 2ഉം സീരീസിലാണ്. അപ്പോൾ നമുക്ക് എന്താ വരും? 6 വരും. ഇവിടെ 6ഉം 3ഉം സീരീസിലാണ്. അപ്പോൾ എത്ര വരും? 9 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. അപ്പോൾ ആ 6ഉം 9ഉം പാരലലാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ 6ന് നിങ്ങൾക്ക് 18, 18, 18 3 18 പാരലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 6ന് നിങ്ങൾക്ക് 18, 18, 18 3 പാരലാകുമ്പോൾ 6 ആവില്ലേ? ഇവിടെ നോക്കൂ, ഈ 9ന് നിങ്ങൾക്ക് 18, 18 2 പാരലാകുമ്പോൾ 9 ആവില്ലേ? ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇവിടെ 18, 18 2 ഇവിടെ 18, 18 3. അപ്പോൾ മൊത്തത്തിൽ എത്രയാണ്? 5. അപ്പോൾ 18/5 പറഞ്ഞാൽ 18/5. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആൻസർ കിടക്കുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 18/5 ആണ്. ചോദ്യം എന്താണെന്നോ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട് ഡ്രോൺ എത്രയാണ്? അപ്പോൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 18/5 ആണ്. ഓക്കെ, 18/5. അപ്പോൾ 5v/18 വരും. ഓക്കെ, 5v ഡിവൈഡഡ് ബൈ 18. റൈറ്റ്. നെക്സ്റ്റ്, see 2 batteries of EMF 4 volt and 8 volt with internal resistance 1 and 2 ohm are connected in a circuit with a resistance of 9 ohm as shown in figure. The current and potential difference between the points P and Q. Okay. അതിൽ ഇവിടെ നോക്കൂ, ഈ 8 വോൾട്ട് ദേ അങ്ങോട്ട് കറണ്ട് പറഞ്ഞു വിടും, 4 വോൾട്ട് ദേ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഇങ്ങോട്ട് കറണ്ട് പറഞ്ഞു വിടും. അതായത് അവിടെ ആ 8 വോൾട്ടും 4 വോൾട്ടും എന്താ? ഒപ്പോസ് ഈച്ച് അതർ എന്ന് പറയാം. റൈറ്റ്. അപ്പോൾ ഇഫക്റ്റീവ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 - 4 അതെത്രയാ? 8 - 4 പറഞ്ഞാൽ 4 വോൾട്ട് വരും. 4 വോൾട്ട് മാത്രമല്ല, അപ്പോൾ ആ കറണ്ട് സർക്കുലേറ്റ് ചെയ്യാതെ ഇങ്ങനെയാണ് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുക എന്നർത്ഥം. റൈറ്റ്. ഓക്കെ, ആ കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഇഫക്റ്റീവ് EMF എത്രയാണ്? 4 വോൾട്ടാണ്. അതേ 8 - 4. ഇനി റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു 2 ohm ഉണ്ട്, ഇവിടെ ഒരു 1 ohm ഉണ്ട്. 2 + 1 പറഞ്ഞു കഴിഞ്ഞാൽ 3 ആയി. താഴെ ഒരു 9 ഉണ്ട്. അപ്പോൾ 3 + 9 പറഞ്ഞാൽ 12 ആയി. അപ്പോൾ എത്ര വരും? നമുക്ക് 1/3 ആംപിയർ വരും. 1/3 ആംപിയർ. ഓക്കെ, ഇനി ചോദ്യം എന്താണെന്നറിയോ? അടുത്തത്, വാട്ട് ഈസ് the current and the potential difference between points P and Q. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആക്കാണ്ട്. ഓക്കെ, ഇത് P ആണെങ്കിൽ ഇതും P ആണ്. റൈറ്റ്. ഇത് Q ആണെങ്കിൽ ഇതും Q ആണ്. റൈറ്റ്. അതെന്താണെന്നറിയോ? നോക്കൂ, ഇതിനിടയ്ക്ക് എലിമെൻറ്റ്സ് ഒന്നും പാടില്ല എന്നാ മനസ്സിലായില്ല. അപ്പോൾ ആ Q എന്നുള്ള പോയിന്റ് നമുക്ക് ഇവിടെ എഴുതാം. ഇടയ്ക്കൊന്നും ഇല്ലെങ്കിൽ P എന്നുള്ളതിന് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഇതിനിടയ്ക്കുള്ള വോൾട്ടേജാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിന് പകരം ഇതിനിടയ്ക്കുള്ള വോൾട്ടേജ് കണ്ടാലും മതി. ഇവിടെ ഈ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, അതിലൂടെ പോകുന്ന കറണ്ട് 1/3 ആംപിയർ ആണ്. അപ്പോൾ വോൾട്ടേജ് എത്രയാണ്? 9 × 1/3 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 9 × 1/3 പറഞ്ഞു കഴിഞ്ഞാൽ 3 വോൾട്ട് വരും. അപ്പോൾ 1/3 ആംപിയർ ആൻഡ് 3 വോൾട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പിന്നെ ഉള്ളതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇതിനകത്ത്. താങ്ക് യു.